ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ 3 വീക്സ് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിലെങ്ങനെ ഞാൻ പഠിക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഒരുപാടൊന്നും. എനിക്ക് സോളിഡ്സിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പകൽ മുഴുവൻ ഇരുന്ന് ബാക്കിയുള്ള ക്ലാസ്സൊക്കെ തീർത്ത് ഹൈഡ്രോ കാർബണൊക്കെ എനിക്ക് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ നീറ്റിൻ്റെ ഇത് തുടങ്ങിയിട്ട്, അതായത് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 2ാമത്തെ പനി വന്നു. അത് ഞാൻ വെട്ടിയിട്ട വാഴ പോലെ വീണ് 2 ആഴ്ച പോയി. അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കുറേ ക്ലാസ് പെൻഡിങ് വന്ന്. അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ സോളിഡ്സ് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും ട്രാക്കിലേക്ക് ആയോ? ഇപ്പോൾ ടൈറ്റ്നെസ് കൂടി വരുന്നുണ്ട്. കൂടി വരുന്നുണ്ടെന്നല്ല, കൂടി എന്തായാലും. കാരണം എനിക്കിപ്പോൾ 2 ചാപ്റ്റർ പെൻഡിങ്ങിലായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ വേണ്ടി എനിക്ക് സമയം കിട്ടാറില്ല. കാരണം ഞാനിപ്പോൾ ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് തിയറി തന്നെ വീണ്ടും നോക്കി ഇങ്ങനെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ തിയറിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണമെന്നുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം ആദ്യം ക്ലാസ് കണ്ട് ആ ഒരു കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. ഇനി പഠിച്ചാലും ഇല്ലെങ്കിലും മാക്സിമം വീക്ക്ലി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ പകുതി വരെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഞാൻ ആ എക്സാം ഓഫ്ലൈനായിട്ട് എഴുതാൻ തന്നെ ശ്രമിക്കും. കാരണം ആ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട് ഓഫ്ലൈനായിട്ട് എഴുതുമ്പോൾ പ്രത്യേക നമുക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുക. അപ്പോൾ പരമാവധി പറ്റുന്ന ആൾക്കാർ ഓഫ്ലൈനായിട്ട് തന്നെ എഴുതുക. അതാണ് ഏറ്റവും ബെറ്റർ. ഞാനെപ്പോഴും ഓഫ്ലൈൻ എഴുതാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ 2 ആഴ്ചയായിട്ട് പനിയായതുകൊണ്ട് ഞാൻ ഓഫ്ലൈൻ എക്സാം എഴുതാൻ വേണ്ടി പോയിട്ടില്ല. പക്ഷേ ഈ ഞായറാഴ്ച, അതായത് 21st പോയിട്ടുണ്ടായിരുന്നു സോളിഡ്സ് ആ ഒരു ചാപ്റ്റർ. അപ്പോൾ ആ എക്സാം നല്ല അടിപൊളിയായിരുന്നു, നല്ല സിമ്പിളായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ലോണം സ്കോർ കയറി. ഇനിയിപ്പോൾ അടുത്ത 28th ഇനി എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ പരമാവധി എല്ലാവരും നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാനും ഇനി ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. കഴിഞ്ഞ 2-3 വീക്കായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരേ ഒരാൾ കേട്ടോ, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തതൊന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇടണം, അടിപൊളിയാണ്. എന്തടിപൊളിയാണ് എൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് അടിപൊളിയായിട്ടാണ് തോന്നിയത്? എൻ്റെ എഡിറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കുറേ ടൈം പോകും. നല്ല എസ്തെറ്റിക്കായിട്ട് റൂം മേക്ക് ഓവർ ചെയ്യണം, അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ടൈം വേണ്ടേ? ഇതിനൊന്നും ടൈമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ലോക്കലായിട്ടൊന്ന് എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും, വോയിസ് ഓവർ കൊടുക്കും എന്നല്ലാണ്ട് ഇതിനൊന്നും കുറേ ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ അത്ര വലിയൊരു സ്മൂത്താണ്, പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ആൾക്കാരെങ്കിലും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദി. അപ്പോൾ പുതുതായിട്ട് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യം മുതലേ കാണുന്ന ആൾക്കാർ ഇനി ലൈഫ് ലോങ് സപ്പോർട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു സമയമാകുമ്പോഴാണ് ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഒരു സംശയമൊക്കെ വരിക. അതായത് നമ്മൾ ശരിക്കും ഈ നീറ്റ് പഠിക്കാൻ ആപ്റ്റാണോ? അതായത് എൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി. അതായത് ഞാനൊരു നീറ്റിൻ്റെ ലൂപ്പിൽ പെട്ടോ, ഇങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിലൊന്നും തളർന്നു പോകരുത്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. വേറെ ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മളെ തന്നെ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തോണ്ടിയിരിക്കാണ്ട്, ഇപ്പോൾ എൻ്റെ വീഡിയോ പോലും കണ്ടുകൊണ്ടിരിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാൻ പോയിട്ട് നല്ലോണം ഉറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. സോ താങ്ക് യു.